ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما ومن يقتل ആരെങ്കിലും വധിച്ചാൽ മുഅ്മിനൻ സത്യവിശ്വാസിയായ വ്യക്തിയെ വധിച്ചാൽ മുതഅമ്മിദ മനഃപൂർവ്വം വധിച്ചാൽ ഫജസാഉഹു അതിന്റെ ശിക്ഷ ജഹന്നം നരകമാണ് ഖാലിദൻ ഫീഹാ അവനതിൽ ശാശ്വതനായിരിക്കും വഗദിബല്ലാഹ് പടച്ചവൻ കോപിക്കുന്നതാണ് അലൈഹി അവന്റെ മേൽ കോപിക്കുന്നതാണ് വലഅനഹു അല്ലാഹു അവനെ ശപിക്കുന്നതാണ് വഅഅദ്ദ ലഹു അദാബൻ അളീമാ പടച്ചവൻ അവന് വേണ്ടി വലിയ ശിക്ഷ തയ്യാറാക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വധത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഗുരുതരമായ ഭാഗത്തെ പറ്റി പറയുന്നു. മനഃപൂർവ്വം ആരെയെങ്കിലും വധിക്കുക, തെറ്റായിട്ട് വധിക്കുക, അതിനെപ്പറ്റി കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. ഈ ആയത്തിൽ മനഃപൂർവ്വം ആരെയെങ്കിലും വധിക്കുന്നു, ഒരാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും ചെയ്യുന്നു, അങ്ങനെ കൊല്ലുകയുണ്ടായി, അതിന്റെ കുഴപ്പം. وَمَن يَقْتُلْ مُؤْمِنًا مُتَعَمِّدًا فَجَزَاؤُهُ جَهَنَّمُ ആരെങ്കിലും സത്യവിശ്വാസിയായ സഹോദരനെ മനഃപൂർവ്വം വധിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ നരകമാണ്. ഖാലിദൻ ഫീഹാ അവൻ ആ നരകത്തിൽ കാലാകാലം കഴിയേണ്ടി വരുന്നതാണ്. നരകത്തിൽ കാലാകാലം കഴിയേണ്ടി വരുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ വേറെ ഭാഗങ്ങളിൽ നിഷേധം, ബഹുദൈവാരാധന, ഇതിനാണ് കാലാകാലത്തെ ശിക്ഷയെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇതല്ലാത്ത മറ്റ് പാപങ്ങൾ അള്ളാഹു ഒന്നെങ്കിൽ അത് പുറത്തു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ നൽകിയതിനു ശേഷം അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. നരകത്തിന്റെ ശിക്ഷ ഒരു ദിവസമെന്നല്ല, ഒരു മണിക്കൂർ, ഒരു നിമിഷ നേരത്തേക്ക് ആണെങ്കിലും വളരെ കഠിനമാണ്, കഠോരമാണ്. അവരെ നിസ്സാരവൽക്കരിക്കുന്നതല്ല. അള്ളാഹു അല്പം പോലും നരകത്തിൽ കടക്കുന്നതിനെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ ആരെങ്കിലും കടുത്ത കുറ്റം ചെയ്തു അവരെ നരകത്തിലിട്ട് ശിക്ഷിച്ചതിന് ശേഷം പിന്നീട് സ്വർഗത്തിൽ കടത്തുന്നതാണ് എന്ന് വേറെ ആയത്തുകളും ഹദീസുകളും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ ശാശ്വതമായ നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന് ഈ വചനത്തെ പറ്റി പറയുന്നു. ഈ വചനം ഒന്നുകിൽ മറ്റ് ആയത്തുകൾ, ഹദീസുകൾ കൊണ്ട് മൻസൂഖ്, ദുർബലപ്പെടുത്തപ്പെട്ടു, അല്ലെങ്കിൽ ഇതിനുള്ള വ്യാഖ്യാനം ഇങ്ങനെയുള്ള കുറ്റത്തിന്റെ ശിക്ഷ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടതാണ്, പക്ഷെ അള്ളാഹു ചിലപ്പോൾ മാപ്പാക്കും, അള്ളാഹു അതിനുശേഷം അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. മറ്റൊരു വ്യാഖ്യാനം പണ്ഡിതന്മാർ പറയുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ശത്രുത, പരസ്പരം അക്രമം, കൊല, ഇതിനെയെല്ലാം വളരെ സൂക്ഷിക്കണം. അതിന്റെ വിഷയത്തിൽ മനുഷ്യൻ എപ്പോഴും പേടിക്കണം. പേടിച്ചില്ലെങ്കിലോ ആ പാപത്തെ അനുവദനീയമായി കാണാൻ സാധ്യതയുണ്ട്.
പാപകരമായൊരു കാര്യത്തെ അനുവദനീയമായ കാര്യമായി കാണുന്നതിലൂടെ അത് അവൻ നിഷേധത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇന്ന് പല പാപങ്ങളെയും അനുവദനീയമല്ല, പുണ്യകർമ്മമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സൂറത്തിന്റെ അടിസ്ഥാന സന്ദേശമായ സുഭദ്രമായ കുടുംബം, മാന്യമായ ഭാര്യ ഭർത്തൃ ബന്ധം, അതിൽ വിള്ളലുണ്ടാക്കലും, വിള്ളലുണ്ടായിക്കഴിഞ്ഞാൽ വേണ്ടാത്തതെല്ലാം പറയലും, അവസാനം പരസ്പരം കൊലവിളി നടത്തലും, മറുഭാഗത്തെ കുറഞ്ഞത് കോടതിയിൽ കയറ്റലും വലിയ മിടുക്കും സാമർഥ്യവും പുണ്യകർമ്മവും ആയിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. എന്നല്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലണം എന്ന വികാരം പുലർത്തുന്നു. അവസാനം അത് സംഭവിക്കുകയും ചെയ്യുന്നു. പിന്നെ ചിലരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഭയന്ന് അതിൽ നിന്ന് മാറി നിൽക്കുന്നെങ്കിലും നിരന്തരം കൊല്ലാക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റുപദ്രവങ്ങൾ ചെയ്യുന്നു. ഇത്തരം സാഹചര്യത്തിൽ വളരെയധികം പേടിക്കേണ്ടിയിരിക്കുന്നു. പാപം അതിനെ അനുവദനീയമായി കാണുന്നത് അത് നിഷേധത്തിൽ കൊണ്ടെത്തിക്കുന്ന പ്രവണതയാണ്. ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه. പടച്ചവൻ ഇങ്ങനെ കൊല്ലുന്നതായ ആളുകളുടെ മേൽ കോപിക്കുന്നതാണ്. പടച്ചവന്റെ കോപം അവരുടെ മേൽ ഇറങ്ങുന്നതാണ്. വലഅനഹു, അല്ലാഹു അവരെ ശപിക്കുന്നതാണ്. പടച്ചവൻ അവരുടെ മേൽ ശാപത്തിന്റെ വർഷം നടത്തുന്നതാണ്. പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? പിന്നെ എങ്ങനെ അന്തസ് കിട്ടും? വലഅനഹു وَأَعَدَّ لَهُ عَذَابًا عَظِيمًا. അവർക്ക് അല്ലാഹു തആല അതിഭയങ്കരമായ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റുള്ളവരെ മനഃപൂർവ്വമുള്ള വധം പ്രത്യേകം സൂക്ഷിക്കണം. ഇവിടെയും നമ്മൾ പറയട്ടെ, വിശ്വാസി എന്ന് പറഞ്ഞത് അതിനുദ്ദേശം വിശ്വാസികളെ മാത്രം മനഃപൂർവ്വം കൊല്ലാൻ പാടില്ല എന്നല്ല, അമുസ്ലിമീങ്ങളെയും മനഃപൂർവ്വം കൊല്ലാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, മൻ ഖതല മുആഹിദൻ, ആരെങ്കിലും കരാറിൽ കഴിയുന്ന, സാഹോദര്യത്തിൽ കഴിയുന്ന, ധാരണയിൽ കഴിയുന്ന ഒരമുസ്ലിം സഹോദരനെ വധിച്ചാൽ അവൻ സ്വർഗത്തിന്റെ സുഗന്ധം പോലും മണക്കുന്നതല്ല. സ്വർഗത്തിന്റെ സുഗന്ധം 40 വർഷത്തെ വഴിദൂരത്ത് നിന്നും അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്വർഗത്തിന്റെ സുഗന്ധം പോലും ശ്വസിക്കുന്നതല്ല, അതായത് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുന്നതല്ല. ഈ വിഷയം വളരെ പ്രാധാന്യത്തോടുകൂടി പറയാനുള്ള മറ്റൊരു കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യ ജീവന്റെ വില വളരെ കുറഞ്ഞിരിക്കുകയാണ്. ചെറിയ പ്രശ്നങ്ങൾ വരുന്നോ അടുത്ത നടപടി കൊലയാണ്. ആരെയും വധിക്കാൻ യാതൊരു മടിയുമില്ല. അതിൽ ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസം മാത്രമല്ല, സ്വന്തം കൂട്ടുകുടുംബാദികളോട്, സ്വന്തം സംഘടനയിൽപ്പെട്ടവരോട്, സമുദായത്തിൽപ്പെട്ടവരോട്, അല്ലെങ്കിൽ തന്റെ സഹധർമ്മിണിയെ, ഇന്നലെ വരെയും ജീവിത പങ്കാളിയായിരുന്ന ആളെ, ഇവരെ ഒന്നും വധിക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ എണ്ണിയിട്ടുണ്ട്, കൊല അധികരിക്കും, കൊലകൾ കൂടിക്കൊണ്ടിരിക്കും. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളിയത്, ഒന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കണം. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കഴിവിന്റെ പരമാവധി മാറി നിൽക്കാനും
മറ്റുള്ളവരെ മാറ്റി നിർത്താനും പരിശ്രമിക്കണം എന്ന അടിസ്ഥാനത്തിലാണ്. ചിലർ ഇത്തരം ഹദീസുകൾ പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊലകൾ നടക്കുന്നു, അതുകൊണ്ട് കണ്ട കൊലകളിലെല്ലാം പങ്കെടുക്കാം. എണ്ണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേജാറാകണം, അസ്വസ്ഥമാകണം. മനുഷ്യന്റെ രക്തം അമൂല്യമാണ്. ആർക്കും ആരെയും കൊന്നുകൊണ്ട് അവരുടെ ധർമ്മത്തെ വളർത്തേണ്ടതോ അല്ലെങ്കിൽ കുടുംബത്തെ വളർത്തേണ്ടതോ രാജ്യത്തെ വളർത്തേണ്ടതോ യാതൊരു ഗതികേടുമില്ല, ആവശ്യവുമില്ല, എന്നല്ല വളരുകയുമില്ല. മറ്റുള്ളവരെ വധിച്ചതുകൊണ്ട് ഏതെങ്കിലും മതം വളരുമോ? ഇസ്ലാമിനെ പറ്റി വ്യാപകമായ പ്രചാരണം വാളിലൂടെയാണ് പ്രചരിച്ചത്. വാള് കാണിച്ചു കഴിഞ്ഞാൽ എവിടെ ഇസ്ലാം പ്രചരിക്കും? ഇന്നെവിടെ പ്രചരിക്കുന്നു? വാളുകൊണ്ടൊന്നും പ്രചരിപ്പിക്കേണ്ട കാര്യമല്ല മതം. പ്രചരിച്ചിട്ടുമില്ല, പ്രചരിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഗതികേടാണ് ഏതെങ്കിലും മതം അപരാധത്തിന്റെ മേലും അത് അക്രമത്തിന്റെ മേലും കൊലയുടെ മേലും അവലംബിച്ചുകൊണ്ട് മുന്നേറണമെന്ന് പറയുന്നത്. ആ മതത്തിന്റെ ഗതികേടാണ്, മതത്തിന്റെ ആളുകളുടെ ദൗർബല്യമാണ്. പ്രസ്ഥാനങ്ങൾ വളരും, വീക്ഷണങ്ങൾ വളരും. ന്യായമായ പ്രബോധനങ്ങളിലൂടെ ശരിയായ നിലയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഒരിക്കൽ കൂടി പറയുന്നു, വൈവാഹിക പ്രശ്നത്തിന്റെ രൂക്ഷതയിലേക്ക് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല നിലയിൽ വൈവാഹിക ജീവിതം നയിക്കും. ഒരു നിലയ്ക്കും പറ്റുന്നില്ല, രണ്ടുപേരും വിട്ടുപിരിയും. എന്നിട്ട് ആ പുരുഷൻ വേറെ ജീവിതം അദ്ദേഹം നയിക്കട്ടെ, ആ പെണ്ണ് വേറെ ജീവിതം നയിക്കട്ടെ. وَمَنْ يَقْتُلْ مُؤْمِنًا مُتَعَمِّدًا മറ്റുള്ളവരുടെ രക്തദാഹിയായി ജീവിക്കൽ, മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചനകൾ നടത്തൽ, അതിനുവേണ്ടി ഉള്ള വഴിയിൽ പ്രവേശിക്കൽ, അവസാനം പടച്ചവന്റെ അടിമയെ അറുകൊല നടത്തൽ കടുത്ത പാപമാണ്. ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. ആ കൊലയെ നന്മയായി കണ്ടുകൊണ്ടോ അനുവദനീയമായി വ്യാഖ്യാനിച്ചുകൊണ്ടോ ആണ് കൊല്ലുന്നതെങ്കിൽ അത്തരം ആളുകളുടെ വ്യാഖ്യാനം സ്വീകരിക്കപ്പെടുന്നതല്ല. അവർ നരകത്തിൽ കാലാകാലം കഴിയേണ്ടി വരും. വഗദിബല്ലാഹു അലൈഹി, പടച്ചവൻ അവന്റെ മേൽ കോപിക്കുന്നതാണ്. വലഅനഹു, പടച്ചവൻ അവരെ ശപിക്കുന്നതാണ്. വഅദ്ദ ലഹു അദാബൻ അളീമാ, പടച്ചവൻ അവർക്ക് വേണ്ടി അതിഭയങ്കരമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ ഇത്തരം അവസ്ഥകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.